ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ സ്പാരോ. ഞാൻ വൈശു ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മളിന്ന് കൊച്ചിയിലുള്ള ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലേക്കാണ് പോകുന്നത്. കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായി പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹയാത്ത്. അവിടെ നല്ല അടിപൊളി സ്റ്റേജുകളാണ്, പല 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 സെക്ഷനായിട്ട് കുറേ ഹോളുകളുണ്ട്. അതിൽ ഇന്ന് നമുക്ക് സ്ഥിരമായി നമ്മൾ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാളിൽ തന്നെയാണ് ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അറേഞ്ചൊക്കെ ചെയ്ത് അവർ ഓണത്തിൻ്റെ അടിപൊളിയായിട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തി നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിനെസ്സായി. അവർ നല്ല ഭംഗിയിലാണ് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രീൻ റൂമിലേക്ക് ഇങ്ങനെ പോകാൻ കേട്ടോ. കൊച്ചിയിൽ ഇതിവിടെ ഈ ഒരു ലൊക്കേഷനിൽ വരാത്തവർ എന്തായാലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ തിരിച്ചു പോകണം. കാരണം നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ കായലിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കാനും പ്ലഷറായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയയാണ്. പിന്നെ കോർട്ട്യാർഡിലുള്ള മുളയുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അത് നമുക്കിങ്ങനെ അതിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ മുള തമ്മിൽ കൂട്ടി വരയുമ്പോൾ ഉള്ളൊരു ശബ്ദവും കാറ്റും ഒക്കെ നല്ല രസമാണ്. അത് ഫീൽ ചെയ്താൽ അത് മനസ്സിലാവുള്ളൂ. അത്രയും നല്ലൊരു സ്പോട്ടാണിത്. എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിൽ കൂടി ഞാനൊന്നുകൂടി പറഞ്ഞതാണ്. ഗ്രീൻ റൂമിലെത്തിയപ്പോൾ അതാ കഥകളി ചേട്ടന്മാരും ആശന്മാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഞങ്ങളുടെ ഗ്രീൻ റൂമാണിത്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളിത് ഡ്രസ് ചേഞ്ച് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ പോണ സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറി കുറേ നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡി ആവുന്നതിന് മുന്നേ ഒരു കോഫിയോ ടീയോ കുടിച്ചങ്ങ് റെഡി ആവാമെന്ന് ഓർത്ത് ഒരു ടീ ബ്രേക്ക്. അതിന് ശേഷം ഞങ്ങളത് പകുതി റെഡിയായിരിക്കുകയാണ്. റെഡിയായി ബാക്കി പിള്ളേരെ കുറച്ച് റെഡിയാക്കിപ്പിച്ചു. ഭരതനാട്യം കുട്ടികളുണ്ട്, മോഹിനിയാട്ടം ഞങ്ങളുണ്ട്. അങ്ങനെ റെഡിയായി ഓരോന്നൊക്കെ ചെയ്ത് സെറ്റായി ഞങ്ങൾ ഓൺ സ്റ്റേജിൽ കയറാനുള്ള ഫൈനൽ ലുക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എന്നത്തെയും പോലെ തന്നെ സിമ്പിളായിട്ടാണ്. ഇവൻറ്റ്സാണ്, നൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭംഗിയുണ്ടാകും. അതുകൊണ്ട് ലൈറ്റായിട്ട് ചെയ്തോളൂ. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞു, ബാക്കപ്പ് ചെയ്തു. വീഡിയോസ് പ്രോഗ്രാമിൻ്റെ ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാനതിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞത് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം വൈബടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ടൈമാണ്. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ ബുഫേ സിസ്റ്റമാണ്. ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കഴിച്ചു. ഫണ്ണി ആയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മുടെ കുട്ടികളും ഉണ്ടായിരുന്നു, കബഡിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടും കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർ പാലക്കാട് നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ കമ്പനിയായി അങ്ങനെ അടിച്ചു പൊളിച്ച് അന്നത്തെ ഒരു ഇവൻറ്റ് നല്ല കളറാക്കി മാറ്റി. അങ്ങനെ ഫുഡുകളങ്ങ് കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത സ്ഥലത്ത് ഞങ്ങളുടെ ക്ലാസിക്കൽ ഇവൻറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കഥകളി, കാവടി, അതുപോലെ തന്നെ ഇവരുടെ കുട്ടികളുടെ ഭരതനാട്യം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കുറച്ച് പാട്ടിൻ്റെ മ്യൂസിക് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അതൊക്കെ കേട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോയി പാക്കപ്പ് ചെയ്തു, വണ്ടിയിൽ കയറി. പുറത്ത് നല്ലൊരു ആംബിയൻസ് ആട്ടോ. പുറത്തുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. പുറത്തിങ്ങനെ അവർ വെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ശരിക്കും നൈറ്റിൽ നല്ലൊരു റൊമാൻറ്റിക് ഒരു വൈബാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇവിടെ വരാതിരിക്കരുത് ആരും, കാരണം വന്നാൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാക്കപ്പ് ചെയ്തു പോവുകയാണ്. ബൈ. ഇനി ശേഷം ഇങ്ങനെ യാത്ര കഴിയുന്നതിലൂടെ ഒന്ന് നമുക്ക് പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഓണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.